മത്തങ്ങ കൊണ്ട് സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പച്ചടി. അതുമാതിരി വളരെ കുറച്ച് ഐറ്റംസേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ചിലപ്പോൾ സാമ്പാറിലൊക്കെ ഇടും. ഈ തന്നെ ഇവിടെ ഞങ്ങൾ ഒരു ഐറ്റം പണ്ട് മുതലേ ഉണ്ടാക്കുന്നുണ്ട്. അത്ര പോപ്പുലർ അല്ല, പക്ഷേ ഇത് ഇപ്പോൾ പലരും കൂടുതൽ ഉണ്ടാക്കി വരുന്നുണ്ട്. മത്തങ്ങ പുളിങ്കറി എന്ന് പറയും. തേങ്ങ അരയ്ക്കാത്ത പുളിങ്കറിയാണ് കേട്ടോ. തേങ്ങ അരയ്ക്കാത്തൊരു കൂട്ടാൻ ഉണ്ടാക്കാൻ ഇതാണ് എളുപ്പമെന്ന് തോന്നുന്നു. അതിന് വേണ്ടത് കുറച്ച് പരിപ്പ്, തോരപ്പരിപ്പ്. അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ കറിയെക്കുറിച്ച് ഇന്ന് പരിചയപ്പെടാം. പരിപ്പ് ആദ്യം വേണ്ടത് ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ട്. പക്ഷേ അധികം വേവാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മത്തങ്ങ ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായി മുറുക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ആ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഇതിടണം. ഒപ്പം തന്നെ നമ്മൾ ഇടേണ്ടത് മുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ആ വെന്ത പാത്രത്തിലേക്ക് തന്നെ ഇതിട്ടാൽ മതി. നമുക്കിനി വെന്തോ നോക്കാം. ആ കുക്കറിൽ നിന്നും പരിപ്പ് വേറൊരു പാത്രത്തിലേക്കാക്കി. കാരണം കുക്കറിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് പരിപ്പ് വെന്ത് തിളച്ച് തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടാം. നേരത്തെ എടുത്ത് വെച്ച മുളക്, ഉപ്പ്, മഞ്ഞപ്പൊടി കൂടി ഒന്ന് ഇളക്കി അവിടെ തിളക്കട്ടെ. തിളച്ച് മത്തങ്ങ വേകുന്നതോടെ നമുക്ക് കൂട്ടാൻ്റെ പകുതി വേറെ പാകം കഴിക്കും. കുറച്ച് വെള്ളം വേണമെങ്കിലാവാം, കാരണം ഇത് ഒഴിച്ചുകൊണ്ടുന്ന കൂട്ടാനാണല്ലോ. ഒഴിച്ചുകൊണ്ടുന്ന കറിയാണ്. വെള്ളം ആയതുകൊണ്ട് കുഴപ്പമില്ല. കുടുങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളത്തോടെ ഒന്നുമില്ല. മത്തങ്ങ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അധികം ഇളക്കണ്ട, കാരണം മത്തങ്ങ ഉടഞ്ഞു പോകും. കഷ്ണമായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള പുളി ഇതിനിടയിൽ പിഴിഞ്ഞെടുക്കണ്ടായി. പിഴിഞ്ഞെല്ലാം അറിയാമല്ലോ. കുറച്ച് വാളംപുളി ആവശ്യത്തിനെടുത്ത് വെള്ളത്തിൽ കലക്കിട്ട് വേവട്ടത് ഇനി അടച്ചു വെച്ചു. തിളച്ച് പോകരുത് കേട്ടോ. അതുകൊണ്ട് അടച്ചു വയ്ക്കുന്നത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അടച്ചു വയ്ക്കുന്നതിനും കുഴപ്പമില്ല. അടച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് തിളച്ച് തൂവിക്കഴിഞ്ഞാൽ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ചിലവർ മത്തങ്ങയും അതുപോലെ തന്നെ പരിപ്പും കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് ഉപയോഗിക്കും. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടിൻ്റെ വേവ് വ്യത്യാസമുള്ള കാരണം തുറന്നു കഴിയുമ്പോൾ മത്തങ്ങ സാമ്പാറാവും. മാത്രമല്ല അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ വേവിൻ്റെ അനുസരിച്ച് ടേസ്റ്റ് ഉണ്ട്. ആ പരിപ്പ് കൂടുതൽ വെന്താൽ ഒരു ടേസ്റ്റ്, നമുക്ക് ആവശ്യത്തിന് വെന്താൽ മറ്റൊരു ടേസ്റ്റ്. അത് അറിഞ്ഞ് മനോധർമ്മം അനുസരിച്ച് തന്നെ വേണം പാചകം ചെയ്യാനായിട്ട്. അല്ലാണ്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഞാനീ വയ്ക്കുന്നത് കണ്ടിട്ട് നിങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാദില്ലാത്തതോ അല്ലെങ്കിൽ സ്വാദ് കൂടുകയോ ചെയ്യും. അത് അവനവൻ്റെ ആ മനോധർമ്മം, അവനവൻ കൈപ്പുണ്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏകദേശം 8-10 മിനിറ്റോളായി ഇത് വെന്തോ നോക്കാം. ഭക്ഷണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് ഉപ്പ് നോക്കുന്ന നല്ലതാണ്. ഉപ്പ് മതി. ഇച്ചിരി അരിവ് കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഈ പുളി ഇതിലേക്ക് ഒഴിക്കണം. മുഴുവന് വേണ്ടി വരില്ല, നമുക്ക് കുറച്ച് ബാക്കി വരും. ഒന്ന് തിളക്കട്ടെ. വെള്ളം പോരെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ. കാരണം
എനിക്ക് കുറച്ച് കൂടുതൽ, ഞങ്ങൾക്ക് ഏതായാലും കുറച്ച് കൂടുതൽ ഒഴിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം. ഇതൊന്ന് തിളക്കട്ടെ. ഇനി ഇതിനൊരു മേമ്പൊടിയുണ്ട് കേട്ടോ. അത് ഇതാണ് ശർക്കര. ഒരു ചെറിയ 2 കഷ്ണം ശർക്കര അത് ഇതിലിടണം. അത് മറക്കരുത്. അത് അതിൻ്റെ മേമ്പൊടി തന്നെയാണ്. ആ മേമ്പൊടിക്ക് വളരെയധികം വ്യത്യാസമുണ്ട് കേട്ടോ. അതിലധികം ഇത് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ മത്തങ്ങയുടെ കഷ്ണം ഒക്കെ ഉടഞ്ഞു പോകും. മത്തങ്ങയുടെ കഷ്ണം ഉടയാതെ കിടക്കണം. അത് നമ്മൾ കൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ തിന്നുന്നതൊരു രസകരമായൊരു അനുഭവമാണ്. നമുക്ക് പരീക്ഷിച്ച് നോക്കും. നമ്മൾ കടുക് വറക്കണം. അതിന് കൊല്ലമുളക്, കടുക്, ഉലുവ, ഇത് മൂന്നും കൂടി നമ്മൾ ഒന്ന് വറുത്ത് പൊട്ടിച്ചെടുത്തിട്ട് അതിനുശേഷം അതിൻ്റെ കൂടെ മൂപ്പിക്കേണ്ട 2 സാധനങ്ങളാണ് ചെറിയ ഉള്ളി വരിഞ്ഞത്, കറിവേപ്പില. ഇതുകൂടി ഈ അവസാനം പറഞ്ഞ ഐറ്റം കൂടി വീഴുമ്പോഴേ അത് പൂർണ്ണമായിട്ട് ആ പുളിങ്കറി രൂപത്തിലേക്ക് എത്തുകയുള്ളൂ. നമുക്കൊന്ന് കടുക് വറക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിക്കോട്ടെ, കാരണം ഉള്ളിയൊക്കെ മൂക്കാൻ വേണം. വെളിച്ചെണ്ണ മൂത്ത് ഇതൊന്നും മൂക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഉള്ളി കറിവേപ്പിലിട്ട് നോക്കുക. ഇതൊന്ന് വറുത്തിട്ട് ഇനി ഇതിൽ നമ്മൾ ഉള്ളി ഒന്ന് പോകും. കറിവേപ്പില കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. ഇനിയും കറിവേപ്പില. ഇത് നമ്മൾ നേരത്തെ ഉള്ള പുളിങ്കറിയിലേക്ക് ഇടുകയാണ്. ഇത് സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്താഴൂട്ട്, കല്യാണത്തിൻ്റെ തലേദിവസം അത്താഴൂട്ട് എന്നൊരു പരിപാടിയുണ്ട്. അതിന് പറയുന്നത് വെട്ടുപുളിങ്കറിയും കായത്തൊലിത്തോറും. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടോ, ഫ്രൈഡ് റൈസും മസാല ദോശയും അതൊക്കെയായി. പക്ഷേ നമ്മുടെ പഴയ സിസ്റ്റം അനുസരിച്ച് എല്ലാ വീടുകളിലും ബന്ധുക്കാർക്ക് ഊണ് കഴിക്കാൻ വരുമ്പോൾ വെട്ടുപുളിങ്കറിയും അതുമാതിരി തന്നെ കായത്തൊലിത്തോറും. അതിന് ഈ വെട്ടുപുളിങ്കറി എന്ന് പറഞ്ഞാൽ ഇതാണ് മത്തങ്ങ, അതുമാതിരി ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കൂർക്ക വരെ ഇടും. കൂർക്ക, അതുമാതിരി തന്നെ ചേന, കായ്, അതെല്ലാം കൂടി ഇട്ട് അതിനാണ് വെട്ടുപുളിങ്കറി. വെട്ട് കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് നല്ല അത് അവരുടെ വയ്ക്കും ആ ഒരു രസമാണ് അത് ആ ഊണെന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ അതൊക്കെ മാറിയിട്ട് സദ്യ വരെയും, അത് പായസം വരെയൊക്കെ രാത്രി, തലേദിവസം രാത്രി. നമ്മുടെ സംസ്കാരം മാറി വരുന്നതിൻ്റെ ഇതാണ്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു കൂടുതൽ 2 കൂടുതലേക്ക് കോരി നമ്മുടെ പുളിങ്കറി പുളിങ്കറി റെഡിയായി. നല്ല വാസന വരുന്നുണ്ട്. നമുക്കൊന്ന് രുചി നോക്കാം. അതായത് കൊള്ളാം. ചേരുവകളൊക്കെ ഇനിയൊന്ന് ഇവിടെ ഇരുന്ന് തിളത്ത് കഴിയുമ്പോൾ പുളിങ്കറി ഉണ്ണാറാവുമ്പോഴേക്കും നല്ല പുളിങ്കറി റെഡിയായി. നന്നായിട്ട് ധാരാളം കൂട്ടാനൊക്കെ ഒഴിച്ച് കൊണ്ടുവന്നവർക്ക് നല്ലതാണ്. അതുമാതിരി തന്നെ മോരോ അല്ലെങ്കിൽ തൈരൊക്കെ ഒഴിച്ച് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു കൂട്ടാനാണ്. അവർക്കും ഇത് വച്ച് പരിചയം ഉണ്ടാവില്ല. എന്നിട്ട് ചിലർക്ക് തോന്നുന്നത് ശരിയാവുമെന്ന്. ഏതായാലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. കാരണം ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ ഗ്യാരണ്ടി ചെയ്യണം ഇത് കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വിഭവവുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.